മാസപ്പടിക്കേസിൽ CMRLന് താൽക്കാലിക ആശ്വാസം. ED അന്വേഷണം ഹൈക്കോടതി വെള്ളിയാഴ്ച വരെ തടഞ്ഞു. വീണയ്ക്കെതിരെ അന്വേഷണം തുടരാം. ഉത്തരവ് CMRL നൽകിയ ഹർജിയിൽ. അപ്പീലിൽ വിധി വെള്ളിയാഴ്ച. കണ്ണൂരിലെ നിതിൻ രാജിന്റെ മരണത്തിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ അമ്മായിയമ്മ സിൻഡ്രോം എന്ന ഹൈക്കോടതി വിദ്യാർത്ഥികളെ ക്രൂരമായി കൈകാര്യം ചെയ്യുന്നു. ഇക്കാര്യം കമ്മീഷനെ നിയോഗിച്ച് രഹസ്യ സ്വഭാവത്തിൽ അന്വേഷിക്കണമെന്നും നിർദ്ദേശം. നിങ്ങൾക്ക് അധികം പുറത്തേക്കൊന്നും പോകാതെ മാതാപിതാക്കളോടൊപ്പം ജീവിച്ച് ഇവരെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ സൗകര്യമുണ്ടാകും. വിദ്യാഭ്യാസ മേഖലയെ മികവിന്റെ ഇടമാക്കുമെന്ന് മുഖ്യമന്ത്രി. കുട്ടികൾക്ക് പഠിക്കാനുള്ളതെല്ലാം ഇവിടെ ഉണ്ടാകുമെന്ന് VD സതീശൻ. സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി. മിൽമ പാലിനും തൈരിനും പാചകവാതക വാണിജ്യ സിലിണ്ടറിനും വില കൂട്ടി. പാൽ ലിറ്ററിന് 4 രൂപ കൂടി. തൈര് കിലോയ്ക്ക് 10 രൂപയുടെ വർധന. വാണിജ്യ LPG സിലിണ്ടറിന് കൂട്ടിയത് 46 രൂപ. അൻസിബയ്ക്കെതിരായ പരാതിയിൽ തെളിവുണ്ടെന്ന് ലക്ഷ്മിപ്രിയ. വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമെന്നും സംഘടന ഇടപെടേണ്ടെന്നും ലക്ഷ്മിപ്രിയ. സംഘടനയ്ക്ക് പുറത്ത് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് സംഘടനയ്ക്ക് അതിൽ എന്താണ് ബാധ്യത, എന്താണ് സംഘടനയാണോ അത് അന്വേഷിക്കേണ്ടത്? ACPക്ക് മുന്നിൽ ഹാജരായി മൊഴി നൽകി. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തോട് അടുക്കുന്നു. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കനത്ത കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. 3-ാം തീയതി വരെ മീൻ പിടിക്കാൻ കടലിൽ പോകരുത്. അതിരപ്പള്ളിയിലെത്തിയ വനം മന്ത്രിയെ തടഞ്ഞ് കാട്ടാന. വാഹനം ആനയ്ക്ക് മുന്നിൽ പെട്ടത് കാട്ടാന ആക്രമണത്തിൽ മരിച്ചയാളുടെ വീട്ടിലെത്തവേ. മന്ത്രിക്ക് യാത്ര തുടരാനായത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ റോഡിൽ നിന്ന് തുരത്തിയതോടെ. തൊടുപുഴ സ്മിത ആശുപത്രിയിലെ നഴ്സിന്റെ ആത്മഹത്യാ ശ്രമത്തിൽ 3 ആശുപത്രി ജീവനക്കാർക്കെതിരെ കേസ്. നടപടി നഴ്സിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി. ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് കടുത്ത ആക്രമണം അഴിച്ചുവിട്ട് ഇസ്രായേൽ. ലെബനന്റെ കൂടുതൽ ഉള്ളിലേക്ക് ഇസ്രായേൽ സൈന്യം കടന്നുകയറി. 900 വർഷം പഴക്കമുള്ള ബ്യൂഫോർട്ട് കോട്ടയും തന്ത്രപ്രധാനമായ കുന്നും പിടിച്ചു. കൂടുതൽ ഉള്ളിലേക്ക് നടപടി വ്യാപിപ്പിക്കുമെന്ന ഇസ്രായേൽ. ആശുപത്രിക്ക് നേരെയും ആക്രമണം.